ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കിടിലൻ സീരിയൽ കില്ലർ മൂവിയായ ഇന്ദ്ര എന്ന തമിഴ് മൂവിയാണ്. മനുഷ്യരെ കൊന്ന് അവരുടെ കൈ വെട്ടിമുറിക്കുന്ന സീരിയൽ കില്ലർ, ആ കില്ലറിനെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചശക്തിയില്ലാത്ത നായകനും. എന്നാൽ ഈ മൂവിയുടെ പകുതി കഴിയുമ്പോഴേക്കും വലിയൊരു ട്വിസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാൻ മറന്നുപോകുന്നു. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ ഇന്ദ്രയാകട്ടെ തന്റെ തന്നെ ശവം തന്റെ വീടിന്റെ നടുക്ക് കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് ഉണരുന്നതാണ്. ഇന്ദ്ര നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് മദ്യപിച്ച് പോലീസ് ജീപ്പ് കൊണ്ടുപോയി ഒരിടത്ത് ഇടിച്ചതിന്റെ പേരിൽ അയാൾക്ക് സസ്പെൻഷൻ കിട്ടിയതാണ്. എന്നാൽ ഒരു മാസത്തിന് മുമ്പ് അത് കംപ്ലീറ്റ് ആയെങ്കിലും ഇതുവരെ റീജോയിനിങ് ഓർഡർ അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെയൊക്കെ പേരിൽ അയാളും അയാളുടെ വൈഫ് കയലും തമ്മിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ പരസ്പരം അവർ നല്ലപോലെ സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. അവൻ ദിവസവും കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് തന്റെ റീജോയിനിങ് ഓർഡറിനെ പറ്റി സംസാരിക്കും. എന്നാൽ അവരാകട്ടെ അത് ഡിലേ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പോലീസ് ഓഫീസറായ കാളി ഇന്ദ്രയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ഇങ്ങനെ ഡ്യൂട്ടിക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റാത്ത കാരണം ഇവൻ ആകെ ഡിപ്രഷൻ അടിച്ചിട്ട് വീണ്ടും മദ്യപിച്ചുകൊണ്ടേയിരുന്നു. കയലുമായിട്ടുള്ള അവന്റെ ബന്ധം നല്ല രീതിയിൽ പോകാത്ത കാരണം അവൻ പലതവണയും കയലിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളാകട്ടെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം അവൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന് കണ്ണ് കാണാൻ സാധിക്കുന്നില്ല. അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. ആകെ പേടിച്ചുപോയി അവൻ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ കയൽ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് ഡോക്ടർ ടെസ്റ്റെല്ലാം എടുത്തിട്ട് പറയുന്നത് ഇവന്റെ കാഴ്ചശക്തി ഇപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകുമെന്ന്. ഇപ്പൊ അവന്റെ കണ്ണില് ഒപ്റ്റിക്കൽ നെർവിന് ഇൻഫെക്ഷൻ ആയിട്ട് കണ്ണിൽ പസ് നിറഞ്ഞിരിക്കുകയാണ്. അതുമൂലം അവന്റെ കാഴ്ചശക്തി പോയി. ഈ ഒരു അവസ്ഥ ജനിതകപരമായിട്ട് വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില റെയർ കേസിൽ എക്സസീവ് ആയിട്ടുള്ള ആൽക്കഹോൾ ഇൻടേക്ക് കൊണ്ടും വരാം. ഇവന്റെ കേസ് അതാണെന്ന് ഇവർക്ക് ഏകദേശം മനസ്സിലായി. കാരണം അവൻ നിർത്താതെ മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും കയലിന് ഇന്ദ്രയുടെ ഈ ഒരു അവസ്ഥ താങ്ങാൻ പറ്റിയില്ല. അവൾ അവന്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഇവനെ സംബന്ധിച്ച് ഇനിയിപ്പോ കോർണിയ മാറ്റിവെച്ച് ഇവന്റെ കാഴ്ചശക്തി തിരിച്ചു നേടാൻ സാധിക്കും. അതിനെ പറ്റിയൊരു ഡോണറിനെ കണ്ടെത്തണം. അത് ഈസി ആയിട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ ഏകദേശം 1 വർഷം 1.5 വർഷമൊക്കെ എടുക്കും. പതിയെ കൊണ്ടാണെങ്കിലും സർജറി നടത്താമെന്ന് അവർ തീരുമാനിക്കുന്നു. ആ ടൈമിൽ മറ്റൊരിടത്ത് ജാക്കി ചാന്റെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അഭിമന്യു എന്നൊരാളെ കാണിക്കുന്നുണ്ട്. അയാളുടെ തൊട്ടപ്പുറത്തായിട്ട് ഗാന്ധി എന്ന് പറയുന്ന ഒരാള് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് വന്നിരിപ്പുണ്ട്. റൂം എടുക്കാൻ വയ്യ, നമുക്ക് കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ വെച്ച് നടത്താമെന്ന് പറഞ്ഞിട്ട് അയാൾ ആ പെണ്ണുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ കാണുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാരണം അഭിമന്യുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗാന്ധിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഗാന്ധി ആക്കിയിട്ട് നേരെ ബാത്റൂമിലേക്കും പോയി. എന്നാൽ അയാള് തന്റെ മൊബൈൽ അവിടെ വെച്ചിട്ടാണ് മറന്നുപോയത്. വീണ്ടും ഈ ശല്യം ഒഴിഞ്ഞല്ലെന്ന് കരുതിയിട്ട് സ്വസ്ഥമായിട്ട് സിനിമ കാണുകയായിരുന്നു അഭിമന്യു. പക്ഷെ ഗാന്ധിയുടെ ഫോൺ അപ്പൊ അവിടെ ഇരുന്ന് റിങ് ചെയ്യാൻ തുടങ്ങി. ദേഷ്യം വന്ന അഭിമന്യു ആകട്ടെ ആ ഫോൺ എടുത്തുകൊണ്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോയി. എന്നിട്ട് ഗാന്ധിയുടെ മുന്നിൽ വെച്ച് തന്നെ അയാളുടെ ആ ഫോൺ ടോയ്ലറ്റിലേക്ക് ഇട്ട ശേഷം ഗാന്ധിയെ കുറെ എടുത്തിട്ട് അടിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ട് അയാളുടെ കഴുത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ പോലീസിന് ഒരു ബസ്സിൽ നിന്നും ഒരാളുടെ കൈ കിട്ടുന്നതാണ്. ആ കൈയുടെ ബാക്കിയുള്ള ശരീരം ഈ സിനിമാ തിയേറ്ററിന്റെ ടോയ്ലറ്റിൽ നിന്നും കിട്ടി. അതായത് നേരത്തെ ആ അഭിമന്യു ആകട്ടെ ഈ ഗാന്ധിയെ കൊന്ന ശേഷം അയാളുടെ കൈ വെട്ടിയെടുത്ത് ബസ്സിൽ കൊണ്ടിട്ടതാണ്. എന്നിട്ട് ഗാന്ധിയെ ഇവിടെ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്നു. പോലീസുകാർ കൂടുതൽ അന്വേഷിക്കുമ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ വന്ന 2 പയ്യന്മാര് പറയുന്നുണ്ട് ആ ബാത്റൂമിന്റെ അടുത്തു നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരാളെ തങ്ങൾ കണ്ടുവെന്ന്. അയാൾക്ക് കുറച്ച് തടിയുണ്ടായിരുന്നു, പിന്നെ ഒരു കണ്ണടയും വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ മുഖമൊന്നും അധികം വ്യക്തമായിട്ട് ഓർമ്മയില്ല, കാരണം ഈ പയ്യന്മാർ ഓൾറെഡി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്ര അടയാളം മാത്രമേ ആ പയ്യന്മാർ പോലീസുകാരോട് പറഞ്ഞുള്ളൂ. ഇവിടെ ഇന്ദ്രയാകട്ടെ ഇടയ്ക്കിടയ്ക്ക് മദ്യപിച്ചിട്ട് താൻ വണ്ടി കൊണ്ടുപോയി ഇടിച്ചത് സ്വപ്നം കാണുകയും പേടിച്ച് വല്ലാതെ ബഹളം വെക്കുകയും ചെയ്യും. ഒരു വിധത്തിലാണ് കയൽ അവനെ സമാധാനിപ്പിച്ചിരുന്നത്. ഇതുവരെ നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാമെന്നും പുതുതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നും അവള് പറയുന്നു. എന്താണെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ടാകും, അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നാണ് അവള് പറയുന്നത്. ഇവന്റെ ഒരു അവസ്ഥ കാരണം അവർക്കിടയിലെ പിണക്കങ്ങളെല്ലാം തന്നെ അവള് മറന്നു. ഇവർ രണ്ടുപേരും +2 ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. പിന്നീട് പല കോഴ്സ് എടുത്ത് പോയെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ട് അവർ വീണ്ടും കാണുകയും വീണ്ടും പ്രണയത്തിലാവുകയും ചെയ്തതാണ്. അങ്ങനെ ഇവരുടെ ലൈഫ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇന്ദ്രയ്ക്ക് ഒരു നോട്ടീസ് വരുന്നു. അവന്റെ ഈ കണ്ടീഷൻ കാരണം അവനോട് VRS എടുക്കാനായിരുന്നു ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. തിരിച്ചവൻ എന്തായാലും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കാരണം വേറെ വഴിയില്ലാതെ അവൻ VRS എടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം രാത്രി ഒരു IT എംപ്ലോയി ആയ വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്നതാണ്. ആ പെൺകുട്ടിക്ക് ക്യാബ് കിട്ടാത്ത കാരണം അവള് ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഒരു സബ്വേയിലൂടെ നടക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആരോ അവളെ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നി. ചുറ്റും പെട്ടെന്ന് ഇരുട്ടാവുകയും പിന്നീട് അവളുടെ നിലവിളിയുമാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ മൃതദേഹം പോലീസുകാർ കണ്ടെടുക്കുകയും പോസ്റ്റ്മോർട്ടം നടത്തുന്നതുമാണ് കാണിക്കുന്നത്. ഗാന്ധി മരിച്ച പോലെ തന്നെയായിരുന്നു ഈ പെൺകുട്ടിയുടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെയും കൈ അർത്ഥ നിലയിലായിരുന്നു. കില്ലർ ഒരു തരം ഭ്രാന്തമായ സ്വഭാവമുള്ള ആളാണ്. വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടും ദേഷ്യം വന്നിട്ടുമാണ് ഈ കില്ലർ ഈ പെൺകുട്ടിയെ കൊന്നിരിക്കുന്നത്. ഇപ്പൊ നടന്ന ഈ 2 കൊലപാതകങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ പല സാമ്യതകളുമുണ്ട്. അതുകൊണ്ട് ഇതൊരു സീരിയൽ കില്ലർ ആകാനുള്ള ചാൻസും അവർ തള്ളിക്കളഞ്ഞില്ല. സീരിയൽ കില്ലേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവർ ആൾക്കാരെ കൊല്ലും. ചിലര് അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. തങ്ങൾ ഇവിടേക്ക് ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അവരുടേതായ എന്തെങ്കിലും ഒരു ശൈലി ചെയ്യും. അതാണിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഈ കൈ വെട്ടിയെടുത്ത് മാറ്റുക എന്ന് പറയുന്നത്. വീണ്ടും ഇതുപോലെ മർഡേഴ്സ് ഉണ്ടാക്കാൻ
ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാത്രി സമയത്ത് ഇന്ദ്രയും കയലും ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ആ ടൈമിൽ മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ദ്രയ്ക്ക് മഴ ഇഷ്ടമല്ല. അവന്റെ ലൈഫിലെ പല ദുരന്ത കാര്യങ്ങൾ നടന്നപ്പോഴെല്ലാം തന്നെ അന്ന് മഴയുള്ള ദിവസങ്ങളായിരുന്നു. അവന്റെ അച്ഛൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കയല് പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്ന്. ഇന്ന് ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല ഡിസിഷൻ എടുക്കാമെന്ന് അവള് പറയുന്നു. ബേബി പ്ലാനിങ് ചെയ്യാം. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞ് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്കത് ബുദ്ധിമുട്ടാകില്ലെന്ന് ഇന്ദ്ര ചോദിക്കുന്നു. അതൊന്നും സാരമില്ല എന്നാണ് അവള് പറയുന്നത്. നിന്റെ സർജറി എന്തായാലും നമുക്ക് പെട്ടെന്ന് നടത്താം. അതിനുള്ള നമുക്കൊരു കുട്ടിയുമാകും. ഒടുവിൽ അവളുടെ നിർബന്ധം അങ്ങനെയായപ്പോൾ അവനും അതിന് സമ്മതിക്കുന്നു. അതേസമയം നമ്മുടെ ആ സീരിയൽ കില്ലർ അഭിമന്യു ആകട്ടെ ടിവിയിലെല്ലാം തന്നെ പറ്റിയുള്ള ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ ചെയ്ത കൊലകൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തതിൽ അയാൾ സന്തോഷിക്കുകയായിരുന്നു. കുറെ കഴിയുമ്പോൾ കിച്ചണിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കയലിനാകട്ടെ വീട്ടിൽ ആരോ ഉള്ളതായിട്ട് തോന്നുന്നു. ആരോ ഒളിഞ്ഞിരുന്ന് തന്നെ നോക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും തന്നെ കാണുന്നില്ല. ഇന്ദ്രയകത്തെ ആ സമയത്ത് ടോയ്ലറ്റിലായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഇന്ദ്രയ്ക്ക് കണ്ണു കാണാത്തതുകൊണ്ട് അതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ ടോയ്ലറ്റിൽ നിന്നും പതിയെ ബെഡിലേക്ക് വന്നു കിടന്നു. കറണ്ട് പോയി കഴിയുമ്പോൾ കയലാകട്ടെ അവിടെ എല്ലാം തന്നെ വീണ്ടും പരിശോധിക്കുകയും ബാൽക്കണിയുടെ ഡോർ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇന്ദ്ര കേൾക്കുന്നത് സാധനങ്ങൾ താഴെ വീണ് ശബ്ദിക്കുന്നതും കയലിന്റെ ചെറിയൊരു ഞരക്കമായിരുന്നു. പേടിച്ചുപോയ ഇന്ദ്ര അവിടേക്ക് ചെല്ലുമ്പോൾ സാധനങ്ങളെല്ലാം പൊട്ടി തറയിൽ കിടക്കുകയാണ്. അവിടെ ആരാ ഉള്ളതെന്നും അവന് മനസ്സിലാകുന്നില്ല. കയലിനെന്തോ സംഭവിച്ചെന്ന് അവന് മനസ്സിലായി. അവൻ കൂടുതൽ മുന്നോട്ട് വന്നപ്പോഴേക്കും അവളുടെ കാലുകൾ അവന്റെ ശരീരത്തിൽ തട്ടാൻ തുടങ്ങി. അതോടെ അവന് മനസ്സിലായി അവളെ ആരോ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുകയാണെന്ന്. അത് ഇന്ദ്രയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു. പിന്നീട് പോലീസുകാർ വരികയും അവിടെ എല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കയലിനെ കൊന്നിരിക്കുന്നതും സീരിയൽ കില്ലർ തന്നെയാണ്. സെയിം പാറ്റേണിൽ തന്നെയായിരുന്നു ഈ കൊലയും നടന്നിരിക്കുന്നത്. അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇവർ സൈലന്റ് ആയിട്ടുള്ള കപ്പിളാണെന്നും കയൽ ഒരു നല്ല പെൺകുട്ടിയാണ്, പക്ഷെ ഇന്ദ്ര എപ്പോഴും വെള്ളമടിച്ചിട്ടാണ് നടക്കുന്നതെന്നുമാണ്. പോലീസുകാർക്ക് ചെറിയ രീതിയിൽ ഇന്ദ്രയുടെ മേലും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അവരങ്ങനെ ചെയ്യില്ല എന്നും അവർ വിശ്വസിക്കുന്നു. അവിടുത്തെ CCTV എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ കൊലയാളി ഉള്ളിൽ കടന്നതായിട്ട് അവർക്ക് ഒരു രീതിയിലുള്ള വിഷ്വൽസും കിട്ടുന്നില്ല. പക്ഷെ അവിടെയുള്ള CCTVകളിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. അതുവഴി ആരെങ്കിലും ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ക്യാമറയിലും അത് കാണില്ല. അത് വ്യക്തമായിട്ട് അറിയാവുന്ന ആരോ ആണ് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. കാളി തന്റെ സീനിയറായ ഇൻസ്പെക്ടറിനോട് പറയുന്നുണ്ട് ഇന്ദ്ര തന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നും സാർ ഇരിക്കുന്ന സ്ഥാനത്ത് നേരത്തെ ഇന്ദ്രയായിരുന്നുവെന്നും. അവനും കയലിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ടായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണമെന്നും കാളി റിക്വസ്റ്റ് ചെയ്യുന്നു. ഇൻസ്പെക്ടർ ഇന്ദ്രയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇന്ദ്ര കയലിനോട് എപ്പോഴാ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. രാത്രിയിലാണ് സംസാരിച്ചത്, പക്ഷെ സമയമൊന്നും ഇവന് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് സീരിയൽ കില്ലർ ആണെന്നും CCTV ക്യാമറയിൽ അയാളുടെ വിഷ്വൽസ് ഇല്ലാന്നുമൊക്കെ പോലീസുകാരൻ ഇന്ദ്രയോട് പറയുന്നു. ഇന്ദ്ര ആകെ സങ്കടത്തിലായിരുന്നു. കില്ലർ അവളെ കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് അവൾ ഒരു നിമിഷമെങ്കിലും ഞാൻ അവളെ വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്നെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല. അങ്ങനെ കയലിന്റെ ബോഡി അവർ അവിടെ നിന്നും കൊണ്ടുപോയി അവളുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ആക്കി. കയലുകൂടി പോയതോടുകൂടി കാഴ്ചശക്തിയില്ലാത്ത നമ്മുടെ നായകൻ ശരിക്കും തകർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ കാളിയോട് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയും ആ കില്ലറിനെ കണ്ടുപിടിക്കണമെന്ന്. ആ കില്ലർ ഇതിനു മുമ്പ് നടത്തിയ കൊലപാതകങ്ങളെ പറ്റിയുള്ള എല്ലാ കേസ് ഫയൽസും എനിക്ക് വേണം. നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആ കില്ലറിലേക്ക് എത്തും. ഒടുവിൽ കാളിയും അവനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ മരണപ്പെട്ട ഓരോ വിക്ടിംസിന്റെയും കൂടെ ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരെ പോയി കാണുന്നു. ആദ്യം തിയേറ്ററിലെ ടോയ്ലറ്റിലെ ഗാന്ധിയാണ് കൊല്ലപ്പെട്ടത്. അന്ന് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കണ്ട് ഇവർ ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഞാൻ ആദ്യമേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്ന്. സംശയാസ്പദമായിട്ട് ഞാൻ ആരെയും തന്നെ കണ്ടില്ല. പോലീസുകാരോട് ഇത് പറഞ്ഞതാണ്. ഇന്ദ്രയുടെ വീട്ടിൽ നിന്നും ഈ കില്ലറിന്റെ കുറെ ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവരവരുടെ ഡേറ്റാബേസിൽ നോക്കിയെങ്കിലും അതിലൊന്നും തന്നെ ഒരു മാച്ചും കിട്ടിയില്ല എന്നാണ് കാളി പറയുന്നത്. ഒരു വിധത്തിലുള്ള ഐഡന്റിറ്റി ഇല്ലാതെ അവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇന്ദ്രയും ചിന്തിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ കില്ലർ ആകട്ടെ അടുത്തൊരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്ന് ആ പെൺകുട്ടിയും കൊല്ലുന്നു. പോലീസുകാർ പിറ്റേന്ന് ആ പെൺകുട്ടിയുടെ മൃതദേഹവും കണ്ടെടുക്കുന്നു. ഇന്ദ്രയും കാളിയും രണ്ടാമത് കൊല്ലപ്പെട്ട വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത്. വിദ്യയ്ക്ക് ക്യാബ് കിട്ടിയില്ല, അതുകൊണ്ട് അവൾ സബ്വേ വഴി പോവുകയാണെന്ന് പറഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ ആരോ തന്നെ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നിയെന്ന് അവൾ ഫോണിലൂടെ ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യയുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ഇന്ദ്ര ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് മരിച്ചുപോയ വിദ്യയ്ക്ക് പൊതുവെ ഫ്രണ്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ നല്ല ഷോർട്ട് ടെമ്പേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പും അവൾക്ക് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുനാൾ മുമ്പ് ഈ പെൺകുട്ടിയും വിദ്യയും ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരാൾ ഇവളെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിദ്യയായിട്ട് ആകെ ബഹളം ഉണ്ടാക്കുകയും അങ്ങനെ ആൾക്കാരെല്ലാം ചേർന്നിട്ട് അയാളെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് തടിയുള്ള ഒരു കണ്ണട വെച്ച ആളാണ് അന്ന് ശല്യം ചെയ്തതെന്ന് ഈ പെൺകുട്ടി പറയുമ്പോൾ കാളി ചിന്തിക്കുന്നുണ്ട് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാരും ഇതേ തടിയുള്ള കണ്ണട വെച്ച ആളെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ തന്നെയായിരിക്കും സീരിയൽ കില്ലർ. അതുകൊണ്ട് തൽക്കാലം ഈ പെൺകുട്ടിയെ വെച്ചിട്ട് കില്ലറിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ അവർ തീരുമാനിച്ചു. അതേസമയം നമ്മുടെ കില്ലർ ആകട്ടെ മദ്യപിക്കാൻ ഒരു ബാറിലേക്ക് വന്നതാണ്. കുറെ മദ്യപിച്ച് കഴിയുമ്പോൾ വെയിറ്റർ എന്നുള്ള രീതിയിൽ ഒരാളാകട്ടെ നമ്മുടെ കില്ലറിന്റെ അടുത്തേക്ക് വന്നിട്ട് സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ബില്ല് ഇത്ര രൂപയായെന്ന് പറയുന്നു. നമ്മുടെ കില്ലർ ആകട്ടെ അയാളുടെ കയ്യിൽ കുറച്ച് അധികം കാശ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ
കൂടി കൊണ്ടുവരാൻ. അങ്ങനെ കുറെ നേരം കില്ലർ വെയിറ്റ് ചെയ്തിരുന്നിട്ടും ഇയാളാകട്ടെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അവിടെയുള്ള മറ്റൊരു വെയിറ്ററിനോട് അന്വേഷിക്കുമ്പോഴാണ് ആ വെയിറ്റർ പറയുന്നത് ഇവിടെ ആകെ വെയിറ്ററായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലാന്ന്. അതോടെ കില്ലറിന് മനസ്സിലായി മദ്യപിക്കാൻ വന്ന ആരോ തന്നെ പറ്റിച്ചതാണെന്ന്. അയാൾ അവിടെയെല്ലാം അന്വേഷിച്ചു നോക്കുമ്പോൾ തന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ടുപോയ ആളാകട്ടെ ആ കാശിനെ മദ്യപിക്കുന്നത് കാണുന്നു. അങ്ങനെ കില്ലർ പോയി അയാളുമായിട്ട് വഴക്കിടുന്നുണ്ട്. ആ വഴിക്കിൽ ദേഷ്യം വന്ന നമ്മുടെ കില്ലർ അവിടെ ഉണ്ടായിരുന്ന കുപ്പിയെടുത്ത് അയാളുടെ തലയ്ക്കടിക്കുകയും ചെയ്തു. അതോടുകൂടി നമ്മുടെ അഭിമന്യു എന്ന് പറയുന്ന ഈ കില്ലറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാളിയാകിട്ട് മുത്തു എന്ന് പറയുന്ന കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഇവന് നല്ലപോലെ 2 അടിയും കൊടുത്ത് ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കാൻ. ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കില്ലർ ഇവനാണെന്നൊന്നും അറിയാതെ മുത്തു ആകട്ടെ കില്ലറിനെ അടിക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന കില്ലർ അയാളുടെ വടിയിൽ കയറി പിടിച്ചു. അതോടുകൂടി മുത്തുവിന് നല്ല ദേഷ്യം വരികയും കില്ലറിന്റെ ഡ്രസ്സൊക്കെ അഴിപ്പിച്ചിട്ട് അവിടെ മുട്ടുകുത്തി ഇരിക്കാൻ പറയുന്നു. രാവിലെ വരെ കില്ലറിനെ അങ്ങനെ തന്നെ ഇരുത്തിയ ശേഷം മുത്തു അവിടെ നിന്നും കില്ലറിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിയെ കൊണ്ട് കില്ലറിന്റെ രേഖാചിത്രം വരപ്പിച്ച് ഇവർ എടുക്കുന്നുണ്ട്. അത് കണ്ടതും കാളി ശരിക്കും ഞെട്ടിപ്പോയി. തലേന്ന് ബാറിൽ നിന്നും പിടിച്ച അതേ വ്യക്തി തന്നെയാണ് കില്ലർ എന്ന് കാളിക്ക് മനസ്സിലായി. ഇന്ദ്രയോടും കാളി അതിനെപ്പറ്റി പറയുന്നു. കാളി അപ്പൊ തന്നെ മുത്തുവിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇന്നലെ ബാറിൽ നിന്നും അറസ്റ്റ് ചെയ്ത അയാൾ എന്തേന്ന്. മുത്തു പറയുന്നുണ്ട് അവനെ രാവിലെ വരെ ഞാൻ അവിടെ ഇരുത്തിയ ശേഷം രാവിലെ പറഞ്ഞു വിട്ടു എന്ന്. അയാളാണ് കില്ലർ എന്ന് മുത്തുവിനോട് പറഞ്ഞതോടുകൂടി അയാളും ആകെ ടെൻഷനിലായി. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ മുത്തുവിനോട് കാളി ആവശ്യപ്പെട്ടു. അങ്ങനെ മുത്തു വിജനമായൊരു വഴിയിലൂടെ വരികയായിരുന്നു. പക്ഷെ അയാളെ കാത്ത് ആ കില്ലർ അവിടെ ഉണ്ടായിരുന്നു. ഓൾറെഡി തന്നെ ആരെങ്കിലും ചെറുതായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കില്ലർ ഉറപ്പായിട്ടും അയാളെ കൊല്ലും. അപ്പൊ മുത്തു ആകട്ടെ നമ്മുടെ കില്ലറിനെ കുറെ അടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കില്ലർ എന്തായാലും മുത്തുവിനെ വെറുതെ വിടില്ല. കില്ലറിനെ നേരിട്ട് മുന്നിൽ കണ്ടതോടുകൂടി മുത്തു പേടിച്ചു. ഇവർ തമ്മിൽ കുറച്ചുനേരം ഫൈറ്റ് ചെയ്തു. എങ്ങനെയൊക്കെയോ കില്ലറിനെ തള്ളിയിട്ടിട്ട് മുത്തു അവിടെ നിന്നും പോയി ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് അയാളാകട്ടെ കാളിയെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ആ കില്ലറിനെ ആക്രമിക്കാൻ വരികയാണെന്നും താൻ ഏത് സ്ഥലത്താണ് ഉള്ളതെന്നും. ഇങ്ങനെയെങ്കിലും അയാളോട് സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് കാളി ഇന്ദ്രയും നേരെ അവിടേക്ക് ചെല്ലുന്നു. ഇന്ദ്ര ഒരിടത്ത് നിർത്തിയ ശേഷം കാളിയാകിട്ട് മുത്തുവിനെ അന്വേഷിച്ചു പോയി. എന്നാൽ ഇന്ദ്രയാകിട്ട് ഒഴിഞ്ഞുകിടന്ന ആ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രയ്ക്ക് മുത്തുവിന്റെ ഞരക്കം കേൾക്കാമായിരുന്നു. കാരണം അയാളുടെ കഴുത്തില് കില്ലർ വെട്ടിയിട്ടുണ്ട്. കില്ലറിന്റെ കാൽപ്പെരുപ്പാറ്റവും അയാളുടെ കയ്യിലിരിക്കുന്ന കത്തിയിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളികളുടെ സൗണ്ടും എല്ലാം തന്നെ നമ്മുടെ ഇന്ദ്ര കേൾക്കുന്നു. അയാൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഏകദേശം ഊഹിച്ച് ഇന്ദ്ര കില്ലറിനെ ആക്രമിക്കുന്നു. അങ്ങനെ കില്ലറിനെയും കൊണ്ട് നേരെ ഇന്ദ്ര താഴേക്ക് വീഴുകയാണ്. അവിടെ വെച്ച് ഇവർ തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. എങ്ങനെയൊക്കെയോ ഇന്ദ്ര കില്ലറിനെ പിടിച്ചു. അപ്പോഴേക്കും കാളി അവിടേക്ക് വന്നിട്ട് നമ്മുടെ കില്ലറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പക്ഷെ ഇൻസ്പെക്ടർ വന്ന് കാളിയെ വഴക്ക് പറയുന്നു. ഇൻഫർമേഷൻ ആദ്യം എന്നോട് പറയാതെ നിങ്ങൾ തന്നെ നേരിട്ട് എന്തിനാ പോയതെന്ന് ചോദിച്ചിട്ട്. മാത്രമല്ല ഇന്ദ്രയെ ഇതിലെല്ലാം തന്നെ ഇൻവോൾവ് ആക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഇൻസ്പെക്ടർ നമ്മുടെ കില്ലറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിച്ചു. അയാളെ ലാസ്റ്റ് ആയിട്ട് കൊന്നിട്ടുള്ള 4 പേരുടെയും ഫോട്ടോസ് അയാളുടെ മുന്നിലേക്ക് വെക്കുന്നു. ആദ്യത്തേത് ഗാന്ധിയും, രണ്ടാമത്തത് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയും, മൂന്നാമത്തത് കില്ലർ അയാളുടെ വീട്ടിൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വെച്ചിട്ട് കൊന്ന പെൺകുട്ടിയും, 4ാമത്തത് നമ്മുടെ കയലുമായിരുന്നു. എന്നാൽ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ കില്ലർ ആകട്ടെ ഉള്ള സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 4 കൊലപാതകങ്ങളല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ 28 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിയതായത്. പക്ഷെ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആദ്യം മാത്സ് പഠിപ്പിക്കുന്ന സാർ എന്നെ അടിച്ചു, അയാളെ ഞാൻ കൊന്നു. പിന്നെ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയ ഒരു ഫ്രണ്ടിനെ കൊന്നു. അങ്ങനെ കുറെ കൊലപാതകങ്ങൾ ഞാൻ നടത്തി. പക്ഷെ അവരുടെ ആരുടെയും കൈയൊന്നും ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ലാസ്റ്റ് ആയിട്ട് കൊന്ന 4 പേരുടെ കൈ മാത്രമാണ് ഞാൻ വെട്ടിയത്. നീ എന്തിനാ ആൾക്കാരെ കൊല്ലുന്നെന്ന് ചോദിക്കുമ്പോൾ കില്ലർ ആകട്ടെ തന്റെ കൈ വരയ്ക്കുന്നതിരുന്ന് കാണിക്കും. എനിക്കൊരു തരം ഫ്രസ്ട്രേഷൻ വരും. ആ സമയത്ത് എനിക്ക് ആൾക്കാരെ കൊല്ലാൻ തോന്നും. ഇൻസ്പെക്ടർ ആകട്ടെ കില്ലറിനെ കുറെ ഇടിക്കുന്നു. ആ സമയത്ത് അയാളാകട്ടെ അവിടെ നിർത്തി വെച്ചിരുന്ന ആ ഫോട്ടോ ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ട് ഈ സുന്ദരിയായ പെൺകുട്ടി ആരാണെന്ന്. ഇത് നീ 4ാമത് കൊന്ന കയലാണ്, ഈ ഇരിക്കുന്ന ഇന്ദ്രന്റെ വൈഫാണെന്ന് പറയുമ്പോൾ അത്ഭുതത്തോടുകൂടി കില്ലർ ചോദിക്കുന്നുണ്ട് ഓ അതുകൊണ്ടാണോ നീ എന്നെ ആക്രമിക്കാൻ വന്നതെന്ന്. പക്ഷേ ഈ പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവളെ ഞാൻ കൊന്നിട്ടുമില്ല. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഞാൻ എന്തിനാ കൊല്ലുന്നത്? കില്ലർ അങ്ങനെ പറയുന്ന കേട്ടിട്ട് ചുറ്റും നിന്നവരെല്ലാം തന്നെ ഞെട്ടിപ്പോയി. കില്ലറിനോട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അയാൾ ഉറപ്പിച്ച് പറയുകയായിരുന്നു ഞാൻ ഈ പെൺകുട്ടിയെ കൊന്നിട്ടില്ല എന്ന്. പിന്നെ നീ പറഞ്ഞതോ നീ 4 കൊലപാതകങ്ങൾ നടത്തിയെന്നും അവസാനത്തെ 4 കൊലപാതകങ്ങളിലാണ് നീ ആൾക്കാരുടെ കൈവെട്ടിയതെന്നും. അത് കേട്ട് കില്ലർ പറയുന്നുണ്ട് ശരിയാ, ഞാൻ 4 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ 4ാമത്തെ ആള് ഈ പെൺകുട്ടിയല്ല. അത് നമ്മുടെ കില്ലറുമായിട്ട് വഴക്കുണ്ടാക്കിയ അയാളുടെ കയ്യിൽ നിന്ന് കാശ് പഠിച്ചുകൊണ്ട് പോയ ആ കുടിയനായിരുന്നു. ആ സമയത്താണ് ബാർ നമ്മളെ കാണിക്കുന്നത്. ആ കുടിയനെ കില്ലർ ആകട്ടെ കുറെ മുമ്പ് കൊന്നിട്ട് അയാളുടെ കൈയും വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതോടെ എല്ലാവരും കൺഫ്യൂഷനിലായി. ഇന്ദ്ര വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് നീ കള്ളം പറയുകയല്ലേ, എന്റെ വൈഫിനെ കൊന്നതും നീയല്ലേ എന്ന്. എന്നാൽ കില്ലർ പറയുന്നു 10-28 പേരെ കൊന്നു എന്ന് പറഞ്ഞ ഞാൻ എന്തിനാ ഈ ഒരു പെൺകുട്ടിയെ കൊന്നില്ല എന്ന് കള്ളം പറയുന്നത്? ഈ പെൺകുട്ടിയെ ഞാൻ കൊന്നിട്ടില്ല, അവളെ കൊന്നത് വേറെ ആരോ ആണ്. ഇതോടുകൂടി പോലീസുകാരെല്ലാം ആകെ കൺഫ്യൂഷനിലായി. ഇന്ദ്ര ആകെ വയലന്റ് ആകാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ കാളി അവനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സീരിയൽ കില്ലർ അല്ല തന്റെ കയലിനെ കൊന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് കയൽ മരിച്ചതെന്നറിയാതെ ഇന്ദ്ര ആകെ ടെൻഷനിലായിരുന്നു. വീട്ടിൽ വന്നിട്ട് അവൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കുന്ന സമയത്ത് യഥാർത്ഥ കില്ലർ അവന്റെ ഫ്രണ്ടിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവന്റെ ഈ അവസ്ഥ കണ്ട് ആ കില്ലർ ചിരിക്കുകയായിരുന്നു. കയലിനെ കൊന്ന ഇയാൾ ആരാണ്? ഇയാളുടെ പാസ്റ്റ് എന്താണ്? ഇതൊക്കെ നമുക്ക് വഴിയെ കാണാം. നമ്മുടെ സീരിയൽ കില്ലർ അല്ല കയലിനെ കൊന്നതെങ്കിൽ പിന്നെ ആരായിരിക്കും കൊന്നിട്ടുണ്ടാകുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ആ സീരിയൽ കില്ലറിനെ കാണാൻ ഇന്ദ്ര ശ്രമിക്കുന്നു. ഒന്നുകൂടി അയാളെ കണ്ട് ഇന്ദ്ര ഉറപ്പുവരുത്തുന്നുണ്ട് അയാളല്ല കയലിനെ കൊന്നതെന്ന്. കാരണം ഇന്ദ്രയ്ക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു സീരിയൽ കില്ലർ കള്ളം പറയുകയാണെന്ന്. എന്നാൽ കില്ലർ ആകട്ടെ അവനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട്
ആരാണോ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവനായിരിക്കും ഉറപ്പായിട്ടും നിന്റെ വൈഫിനെ കൊന്നതെന്ന്. ഇന്ദ്ര ആകെ ടെൻഷൻ അടിച്ച് കാളിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇന്ദ്രയും കാളിയും ഈ സീരിയൽ കില്ലറിനെ കാണാമെന്ന വിവരം ഇൻസ്പെക്ടർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കയലിനെ കൊന്നത് കില്ലർ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കുമെന്ന് ഇൻസ്പെക്ടർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ സംശയം ഇന്ദ്രയിലേക്ക് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇന്ദ്രയുടെ മേൽ ഇതിനു മുമ്പ് എന്തെങ്കിലും പോലീസ് കേസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ ചെക്ക് ചെയ്യുന്നു. പക്ഷേ ഇന്ദ്രയുടെ മേൽ ആരും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ദ്ര ഒരു പെൺകുട്ടിയുടെ മേൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെ വീട്ടിലോ ജോലി ചെയ്തുകൊണ്ടിരുന്ന മതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവന്റെ വീട്ടിൽ നിന്നും സ്വർണ്ണമാല കവർന്നുകൊണ്ടുപോയി എന്നായിരുന്നു ആ കേസ്. ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിച്ച് ഇൻസ്പെക്ടർ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അവളൊരു അനാഥയാണെന്ന്. ഒരു വീടിന്റെ മുകളിലായിരുന്നു അവൾ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവളെ കുറെ നാളുകളായിട്ട് കാണാനില്ല. അത് കാരണം അവളുടെ ആ വീട് അങ്ങനെ തന്നെ ഇവർ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ എല്ലാം തന്നെ ഇൻസ്പെക്ടർ പരിശോധിക്കുന്നു. അവിടെ നിന്നും ആ പെൺകുട്ടിയുടെ ഫോട്ടോയും കൂടെ ഒരു പയ്യന്റെ ഫോട്ടോയും കിട്ടുന്നു. ആ പയ്യനെ തന്നെയായിരുന്നു നേരത്തെ നമ്മൾ ഇന്ദ്രയുടെ വീട്ടിൽ കണ്ടത്. അതായത് കയലിന്റെ കൊലപാതകി ആരാണെന്ന് ആലോചിച്ച് ഇന്ദ്ര ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രയുടെ മുന്നിലിരുന്ന് ചിരിക്കുന്ന ഒരാളെ കാണിച്ചില്ലേ, അത് ഈ പയ്യൻ തന്നെയാണ്. കയലെന്ന് കൊല്ലപ്പെട്ട സമയത്ത് അവളുടെ കൈ വെട്ടിമുറിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ ആ കൈപ്പത്തി ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ രാത്രിയിൽ കിടന്നുറങ്ങുകയായിരുന്ന നമ്മുടെ ഇന്ദ്രയുടെ അടുത്ത് പെട്ടെന്ന് ആ കൈപ്പത്തി വരുന്നു. കയലിന്റെ കൈപ്പത്തി അവിടെ വന്നതോടുകൂടി ഇന്ദ്ര ആകെ പേടിച്ചു. ഉറപ്പായിട്ടും ആ കില്ലർ അവന്റെ വീട്ടിലുണ്ട്. ഇവിടെ പോലീസുകാര് മതിയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അവളെ ആരും കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലായത്. അത് കാരണം അവിടെ ഉണ്ടായിരുന്ന അവളുടെ ഡ്രസ്സ് വെച്ചിട്ട് ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന് മണപ്പിക്കുന്നു. ഡോഗ് കുറെ നേരം മണം പിടിച്ച് വിജനമായ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ആ സ്ഥലം പോലീസുകാർ കുഴിച്ചു നോക്കുന്നു. ഇവിടെ ഇന്ദ്രയാകട്ടെ തന്റെ വീട്ടിൽ ആരും ഉണ്ടെന്ന് മനസ്സിലാക്കി അവന്റെ ഗണ്ണെടുത്തിട്ട് പലയിടങ്ങളിലേക്കും ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് ആ കില്ലർ അവനെ അറ്റാക്ക് ചെയ്യുന്നു. അവന്റെ പേര് ഭദ്ര എന്നായിരുന്നു. ഇനിയാണ് ശരിക്കും ഈ ഭദ്ര എന്ന് പറയുന്ന കില്ലർ എന്തിനാണ് ഇന്ദ്രയുടെ വൈഫ് കയലിനെ കൊന്നതെന്നുള്ള സത്യം പുറത്തു വരുന്നത്. കണ്ണു കാണാതെ ഇന്ദ്രയാകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, എന്തിനാണ് എന്റെ വൈഫിനെ കൊന്നത്, എന്തിനാണ് എന്നെയും കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പൊ ഭദ്ര പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന മതിയെ നിനക്ക് ഓർമ്മയുണ്ടോന്ന്. ആ സമയത്ത് തന്നെ പോലീസുകാർ കുഴിച്ചെടുത്തതെന്നും മതിയുടെ അസ്ഥികൂടം അവർക്ക് കിട്ടി. ഇനി നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ അനാഥയായ പെൺകുട്ടിയായിരുന്നു മതി. പല വീടുകളിലും ജോലിക്ക് പോയാണ് അവൾ തന്റെ ജീവിത ചെലവിനുള്ള കാശുണ്ടായിക്കൊണ്ടിരുന്നത്. മതിയെ പോലെ തന്നെ ആരോരുമില്ലാത്തവനായിരുന്നു ഭദ്രയും. ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഭദ്രയ്ക്ക് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു. ആത്മാർത്ഥമായിട്ടാണ് അവൻ അവളെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അവൾക്കും അതുപോലെ തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. മതി വലിയ ഫ്ളാറ്റുകളിലായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവളെ കാണാൻ വേണ്ടിയിട്ട് ആരും കാണാതെ ഭദ്രയാകട്ടെ അവിടെ ഒളിച്ചു കയറാറുണ്ട്. മതി അങ്ങനെ ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ഫ്ളാറ്റ് നമ്മുടെ ഇന്ദ്രയുടെയും കയലിന്റേതുമായിരുന്നു. അവരുടെ കെട്ടിടത്തിലേക്ക് ക്യാമറയുടെ ഒന്നും തന്നെ കണ്ണിൽപ്പെടാതെ കയറാനുള്ള വഴി ഓൾറെഡി തന്നെ ഭദ്ര കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴെയുള്ള ചെറിയൊരു പൈപ്പ് വഴി അവൻ മുകളിലേക്ക് റിസ്ക് എടുത്ത് കയറും. എന്നിട്ട് നമ്മുടെ ഇന്ദ്രയുടെ വീടിന്റെ ബാൽക്കണിയിലൂടെ അകത്ത് കടക്കും. മതി പലപ്പോഴും അവനെ വഴക്ക് പറയാറുണ്ട്, ഇങ്ങനെ നീ സ്ഥിരമായിട്ട് വരരുതെന്നും എന്നെങ്കിലും ഒരിക്കലും ഹൗസ് ഓണർ കാണുമെന്നും. എന്നാൽ ഭദ്ര അതൊന്നും കേൾക്കില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും കാണാതെ ഇവിടെ നിന്ന് മുങ്ങാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അതായിരുന്നു അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കഷ്ടപ്പാടുകളിലും അവരെപ്പോഴും ഒരുമിച്ച് സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പോകും തോറും പല സമയത്തും ഇവനിങ്ങനെ ആരും കാണാതെ ഈ ഫ്ളാറ്റിൽ വരികയും അവളുടെ കൂടെ സംസാരിച്ചിരിക്കുന്നതും പതിവായി. ഒരു ദിവസം ഇവരാകട്ടെ മാർക്കറ്റിൽ നിന്ന് വള വാങ്ങിയായിരുന്നു. ആ സമയത്ത് ആ ഏരിയയിൽ ഒരു പോലീസുകാരനെ കണ്ട് ഭദ്ര ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നു. അവന്റെ ഉള്ളില് വല്ലാതെ പേടി വരാൻ തുടങ്ങി. പേടിച്ചവൻ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊന്നും സംസാരിക്കാനും വയ്യ, അനങ്ങാനും വയ്യ. അങ്ങനെ ഒരേ ഒരു നിൽപ്പ്. അത് കണ്ട് മതിയും പേടിച്ചു. അവനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് കാര്യം തിരക്കുമ്പോഴാണ് അവൻ പറയുന്നത് അവൻ ശരിക്കും ശ്രീലങ്കനായിരുന്നു. അവിടെ പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ പറ്റാതെ അവൻ ഇന്ത്യയിലേക്ക് കുടിയേറിയതാണ്. ഇവിടുത്തെ ക്യാമ്പിലായിരുന്നു അവൻ കുറെ കാലം നിന്നിരുന്നത്. പക്ഷെ ക്യാമ്പിലെ ജീവിതം അവൻ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അവൻ ഇവിടേക്ക് വണ്ടി കയറി. വിശപ്പും ദാഹവും കാരണം ഒരു ഹോട്ടലിൽ നിന്നും അവൻ ആഹാരം മോഷ്ടിച്ചു. അതിന്റെ പേരിൽ പോലീസ് പിടിക്കുകയും അവരവനെ ക്രൂരമായി തല്ലുകയും ചെയ്തു. കുട്ടിയായിരുന്ന അവന്റെ മനസ്സിൽ അത് ആഴത്തിൽ മുറിവുണ്ടാക്കി. അതിനുശേഷം എപ്പോ പോലീസുകാരെ കണ്ടാലും അവനിങ്ങനെ പേടിച്ച് സ്റ്റക്കായി നിൽക്കും. അവൻ അനങ്ങാനോ സംസാരിക്കാനോ സാധിക്കില്ല. അവന്റെ കഷ്ടപ്പാടും വിഷമവും എല്ലാം കണ്ടിട്ട് മതി അവനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. നിന്റെ കൂടെ ഇനി എന്നും ഞാനുണ്ടാകുമെന്നും അതുകൊണ്ട് നീ ഒരു രീതിയിലും പേടിക്കണ്ടെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പതിവ് പോലെ മതി ജോലിക്ക് പോയ ശേഷം ആരും കാണാതെ ആ പൈപ്പ് വഴി ഭദ്രയാകട്ടെ മുകളിലേക്ക് കയറി വന്നു. ഇന്ദ്രയും കയ്യിലും അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. അവൾ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഭദ്ര അവളുടെ കയ്യില് ഒരു താലിമാല കൊണ്ടുകൊടുക്കുന്നു. താലി അമ്മയുടേതാണെന്നും ചെയിൻ പുതിയത് ഞാൻ വാങ്ങിയതാണെന്നും അവൻ പറയുന്നു. എന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് അത് വെച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ കറക്റ്റ് ആ സമയത്ത് തന്നെ കോളിംഗ് ബെൽ അടിക്കുന്ന കേൾക്കുന്നു. പേടിച്ചുപോയ മതിയാകട്ടെ ഭദ്രയോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ. ഭദ്ര ബാൽക്കണി വഴി താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോ അവിടെ താഴേക്ക് ആൾക്കാർ നിൽക്കുന്നു. അതോടുകൂടി അവന് താഴേക്ക് പോകാൻ പറ്റാതെ പുറത്ത് ഇന്ദ്രയാകട്ടെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവൾക്ക് എത്രയും പെട്ടെന്ന് വാതിൽ തുറന്നെങ്കിലേ പറ്റൂ. അത് കാരണം മുകളിലുള്ള ഒരു ഷെൽഫിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മതി ഭദ്രയോട് പറഞ്ഞു. എന്നിട്ട് അവള് പോയി വാതിൽ തുറന്നു. വാതിൽ തുറക്കാൻ ലേറ്റായതിന്റെ പേരിൽ ഓൾറെഡി തന്നെ ഇന്ദ്ര അവളെ കുറെ വഴക്ക് പറഞ്ഞു. ശരിക്കും ഇന്ദ്ര നല്ല ടെൻഷനിലായിരുന്നു. കാരണം തലേന്ന് മദ്യപിച്ച് ഡിപ്പാർട്ട്മെന്റ് വാഹനം കൊണ്ടിടിച്ചതിന്റെ പേരിൽ അവൻ സസ്പെൻഷൻ കിട്ടിയ സമയമാണ്. പോലീസ് വേഷത്തിൽ
ഇന്ദ്രയെ കണ്ടതോടുകൂടി ഭദ്ര കബോർഡിനുള്ളിലിരുന്ന് വിറയ്ക്കാൻ ആരംഭിച്ചു. അവന്റെ ശ്വാസം നിലച്ച പോലെയായിരുന്നു അവൻ ഇരിക്കുന്നത്. കാരണം അവന് പോലീസുകാരെ കണ്ട അത്രയ്ക്ക് പേടിയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. മതിയോ ആകെ ടെൻഷനിലായിരുന്നു. ഭദ്ര അവിടെ ഒളിച്ചിരിക്കുന്നതങ്ങാനും ഇന്ദ്ര കാണുമെന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. എന്നാൽ ഇന്ദ്രയാകട്ടെ അവളോട് പറയുന്നുണ്ട് അവിടെ ഷെൽഫിലിരിക്കുന്ന ഒരു മദ്യത്തിന്റെ കുപ്പി എടുത്തിട്ട് വരാൻ. അവള് പേടിച്ച് ആ കുപ്പിയുമായിട്ട് ഇന്ദ്രയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്ന് അറിയാതെ കുപ്പി താഴെ വീണ് പൊട്ടുന്നു. അതുകണ്ട് ആ സമയത്ത് ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിരുന്ന ഇന്ദ്രയാകട്ടെ ദേഷ്യത്തോടു കൂടി അവളെ അടിക്കുന്നു. ആ അടിയില് അവളുടെ തല പോയൊരിടത്ത് ഇടിക്കുകയും അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. അവളുടെ തല പൊട്ടി ചോര വരാൻ തുടങ്ങി. ഇന്ദ്ര അവളെ കുറെ വിളിച്ചുണർത്താൻ ശ്രമിച്ചെങ്കിലും അവൾ ഉണർന്നില്ല. അവന്റെ ഒറ്റ അടിയില് അവളുടെ തല പോയി ഇടിച്ചിട്ട് അവൾ തൽക്ഷണം മരിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ കബോർഡിലിരുന്ന് നമ്മുടെ ഭദ്ര കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ ഷോക്കിലിരിക്കുന്ന അവന് സ്വന്തം കൺമുന്നില് ഒരു പോലീസുകാരൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കൊല്ലുന്നത് കൂടി കാണേണ്ടി വന്നു. പക്ഷെ അപ്പോഴും ഒരു ശബ്ദം ഉണ്ടാക്കാതെ അവൻ അങ്ങനെ തന്നെ അതിനകത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോ കയൽ അവിടെയൊക്കെ വരുന്നുണ്ട്. ഇന്ദ്രൻ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നു. ഓൾറെഡി സസ്പെൻഷൻ കിട്ടിയിരിക്കുന്ന ഇവൻ ഈ ഒരു മർഡർ കൂടി ചെയ്തെന്നറിഞ്ഞതോടുകൂടി കയൽ ആകെ ടെൻഷനിലായി. ഇന്ദ്ര അവളോട് പറയുന്നുണ്ട് ഞാൻ സറണ്ടർ ആകാൻ പോവുകയാണ്, എല്ലാ സത്യങ്ങളും ഞാൻ പോലീസുകാരോട് തുറന്നു പറയാൻ പോവുകയാണെന്ന്. എന്നാൽ കയൽ പറയുന്നുണ്ട് അത് വേണ്ടാന്ന്. കാരണം എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നീ കുറെ കാലം ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നാലും കൊലപാതകി എന്നുള്ള പേര് നിന്റെ തലയിൽ നിന്ന് പോകില്ല. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് നീ ഈ ബോഡി ഇവിടെ നിന്ന് മാറ്റിയെങ്കിലും പറ്റൂ. ഇതെല്ലാം കബോർഡിനുള്ളിലിരുന്നു കൊണ്ട് ഭദ്ര കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഇവർ രണ്ടുപേരും ചേർന്നിട്ട് മതിയുടെ ബോഡി സ്യൂട്ട് കേസിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവർ ആ ബോഡി മറവ് ചെയ്യുകയും ചെയ്തു. അവര് പുറത്തേക്ക് പോയതും നമ്മുടെ ഭദ്ര പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള അവരുടെ ഫോട്ടോസ് ഒക്കെ നോക്കി ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ മതിയെ കൊന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇന്ദ്രയും കയ്യിലും തിരിച്ചെത്തി. അവൻ പഴയതുപോലെ തന്നെ കബോർഡിനുള്ളിലേക്ക് കയറി ഒളിച്ചിരുന്നു. അവരറിയാതെ അവൻ ആ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അവരവിടെ നിന്ന് പോകുമ്പോ അവൻ കബോർഡിൽ നിന്നും പുറത്തിറങ്ങും. എന്നിട്ട് നേരത്തെ അവൻ കയറി വരുന്ന വഴിയെ തന്നെ ആരും കാണാതെ ആ കെട്ടിടത്തിന് പുറത്തു പോയിട്ട് കുറച്ചു കഴിയുമ്പോൾ തിരിച്ചു വന്ന് വീണ്ടും ആ കബോർഡിനുള്ളിൽ ഒളിച്ചിരിക്കും. അങ്ങനെ ഏകദേശം 3 മാസം ഇവൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. കയലും ഇന്ദ്രയും ഇത് അറിഞ്ഞതേയില്ല. ഇന്ദ്രയുടെ കാഴ്ചശക്തി പോകാൻ തന്നെ കാരണം ഇവനായിരുന്നു. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും എന്തൊക്കെയോ കെമിക്കൽസ് അവൻ എടുത്തുകൊണ്ടുവന്നിട്ട് ഇന്ദ്ര കഴിക്കുന്ന മദ്യക്കുപ്പുകളിലെല്ലാം തന്നെ അവൻ ഒഴിച്ചു വെച്ചു. അത് സ്ഥിരമായി കുടിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രയുടെ കാഴ്ചശക്തി പോവുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് അവൻ ആസ്വദിക്കുകയായിരുന്നു. അന്ന് രാത്രി കയലും ഇന്ദ്രയും തങ്ങളുടെ ബേബി പ്ലാനിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ ലൈഫിൽ സന്തോഷത്തോടെ ഇരിക്കാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് താൻ അനുഭവിച്ച വേദന ഇന്ദ്രയെ അനുഭവിക്കണമെന്ന് ഭദ്രയ്ക്ക് തോന്നി. അതുകൊണ്ടാണ് അന്ന് രാത്രി അവൻ കയലിനെ കൊന്നത്. ഓൾറെഡി തന്നെ പത്രത്തില് സീരിയൽ കില്ലറിന്റെ ന്യൂസുകളെല്ലാം കണ്ടത് കാരണം അതുപോലെ തന്നെയാണ് ഈ കൊലയും നടന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കയലിന്റെ കൈ ഇവൻ വെട്ടിമാറ്റിയത്. അത് കാരണം കുറച്ചുനാള് ഇന്ദ്രയാകട്ടെ തന്റെ വൈഫിനെ കൊന്നത് സീരിയൽ കില്ലർ ആണെന്ന് കരുതി. അതെല്ലാം ഒളിഞ്ഞിരുന്ന് കണ്ട് ഇവൻ ആസ്വദിക്കുകയായിരുന്നു. അവളെ ഞാൻ കൊല്ലുന്ന സമയത്ത് നിന്റെ പേരെന്ന് വിളിക്കാൻ പോലും അവള് ട്രൈ ചെയ്തില്ല. നിന്നെ കൊണ്ട് അവളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്ദ്രയ്ക്ക് ദേഷ്യം വരികയായിരുന്നു. ഇന്ദ്ര അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ആ ഫൈറ്റിനിടയിൽ രണ്ടുപേർക്കും പരിക്കുപറ്റി. കുറെ കഴിയുമ്പോ ഇന്ദ്രയാകട്ടെ ആകെ വിഷമത്തോടു കൂടി അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇപ്പൊ കൊന്നാലും എന്റെ കയലിനെ എനിക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ കൊന്നേക്ക്, എനിക്കെന്തായാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവരെങ്ങനെ മുഖാമുഖം നോക്കിയിരിക്കുന്നിടത്ത് ആ ഒരു സീൻ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഇന്ദ്രയുടെ സർജറി കഴിയുകയും അവന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യുന്നതാണ്. വീട്ടിൽ തിരിച്ചെത്തി അവനാകട്ടെ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്നും വീട് മാറിപ്പോകുന്നു. ആ സമയത്ത് ഇൻസ്പെക്ടർ അവിടേക്ക് വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുറച്ചു കാലം മുമ്പ് നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരി ഇവിടെ നിന്നും സ്വർണം കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തില്ലായിരുന്നു എന്ന്. അതേന്ന് അവൻ പറയുന്നു. ആ പെൺകുട്ടിയെ ഇപ്പൊ കാണാനില്ല, അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ പോലീസുകാരന് ഇവന്റെ മേൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അസ്ഥി കൂടെ ഞങ്ങൾക്ക് കിട്ടി, എന്താണെങ്കിലും ആ കേസ് മുന്നോട്ട് ഞങ്ങൾ അന്വേഷിച്ചു പോകുമെന്നും ഇനിയും നിങ്ങളെ കാണേണ്ടി വരുമെന്നും പറഞ്ഞിട്ടാണ് പോലീസുകാരൻ അവിടെ നിന്നും പോകുന്നത്. ഒരിക്കലും അവളുടെ ബോഡി കണ്ടെത്തില്ല എന്ന് ഇന്ദ്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസം ഇപ്പോൾ തകർന്നിരിക്കുന്നു. അത് കാരണം അവനൊരു പേടി തോന്നാൻ തുടങ്ങി. എപ്പോ വേണമെങ്കിലും പോലീസ് ഇതിന്റെ പേരിൽ തന്നെ പിടിക്കാൻ വീണ്ടും വരും. കുറച്ചു കഴിയുമ്പോൾ കാളി അവിടേക്ക് വരുന്നുണ്ട്. അവൻ കാളിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് റോഡിന്റെ എതിർവശത്തായിട്ട് അവൻ ഭദ്രയെ കാണുന്നു. അപ്പോഴാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. തന്നെ കൊല്ലാൻ ഭദ്രയോട് ഇന്ദ്ര ആവശ്യപ്പെട്ടെങ്കിലും ഭദ്ര അവനെ കൊല്ലാത്തതിന് കാരണം മറ്റൊന്നായിരുന്നു. ഞാൻ നിന്നെ കൊന്നുകഴിഞ്ഞാൽ നിനക്ക് ഈസി ആയിട്ടുള്ളൊരു മരണമാണ് കിട്ടാൻ പോകുന്നത്. പക്ഷെ ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലാതെ വിട്ടുകഴിഞ്ഞാൽ നീ ജീവിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിലായിരിക്കും നീ ജീവിക്കുന്നത്. എന്റെ മതിയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഞാൻ ജീവിക്കുന്ന പോലെ നീയും ജീവിക്കണം. ആ വേദന നീ അറിയണം. അതിലാണ് എന്റെ സന്തോഷം. അതുകൊണ്ടായിരുന്നു ഇന്ദ്രയെ കൊല്ലാതെ അന്ന് ഭദ്ര വെറുതെ വിട്ടത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നതും. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.